ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിൻ്റെ അടുത്ത് വെല്ലുവിളിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ രേവതിയുടെ ആംഗ്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലി വരുന്നുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താങ്ങൂലെന്ന് സച്ചിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതിനുശേഷം ഈ ശരത്താണെങ്കിൽ കുറച്ച് പണം എടുത്തിട്ട് സച്ചിയുടെ മുന്നിൽ വെച്ചതിന് ശേഷം പറയുകയാണ്, ഇതേ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പണമാണ്. ദേ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തില്ലേ, ഇനി ആ ഭീഷണി വേണ്ട, മൊത്തം പണം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്നും ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ ശരത്തിനെ നോക്കിയാണ്. നിങ്ങളെന്താ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എടാ ഇത് നിന്റെ പിച്ചക്കാശല്ലേ, നിന്റെ പിച്ചക്കാശ് എനിക്ക് വേണ്ടടാ എന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാനിത് എടുത്തോളാം, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഈ ശരത്ത് ആ പണം എടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ സച്ചി ആ പണം എടുക്കുക. എടാ എന്തൊരു വിട്ടിയാടാ നീ, ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോടാ നീ പറഞ്ഞു വിടുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഇത് നിന്റെ പിച്ചക്കാശാണെന്ന്. അല്ലെങ്കിൽ ഇത് നിന്റെ പണമല്ലല്ലോ, ഇതേ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ സ്വന്തം പണം. അതുകൊണ്ട് ഇത് ഞാൻ ഏതായാലും നിനക്ക് തരുന്നില്ല. എൻ്റെ കയ്യിൽ തന്നെ ഈ പണം ഇരിക്കട്ടെ മോനെ എന്നാ ഇങ്ങനെ ശരത്തിനോട് പറയാം. അപ്പോൾ ഇത് കിട്ടുമ്പോഴേക്കും ശരത്താണെങ്കിൽ ഇപ്പം നിങ്ങൾ പണം കൈ പറ്റിയല്ലോ, ഇനി ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, നിങ്ങളുടെ ഭീഷണിയെല്ലാം അവസാനിപ്പിച്ചോ, അല്ലെങ്കിലേ ദേ കളി മാറും. എന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആര് വരുന്നടാ നിന്നെ ഉപദേശിക്കാനായിട്ട്? അല്ലെങ്കിലും ഉപദേശിച്ചാൽ നേരെ ആവില്ല നീ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ വിചാരിച്ചതേ ഇവൻ്റെ ഒപ്പം കൂടിയിട്ടാണ് നീ ചീത്തയായതെന്ന്. അല്ല, നീ പണ്ടേ ഫ്രോഡാടാ. അതുകൊണ്ടാ നിന്നോട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിന്റെ തലമണ്ടയ്ക്ക് അത് കയറാത്തത്. നീ ശരിക്കും ഫ്രോഡ് തന്നെയാണ് എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കുമോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ എൻ്റെ ചേച്ചിയെ ഉപദേശിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടത്. എന്താ, നിന്റെ ചേച്ചിയെ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടുന്നോ? അതെ, നിങ്ങൾ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ചേച്ചി പറയുവാണ്, ഇനി ആൻ്റണിയുമായിട്ടുള്ള ഒരു കമ്പനിയും വേണ്ട, ആൻ്റണിയുടെ ഇതിൽ ജോലി വേണ്ട, അതെല്ലാം അവസാനിപ്പിച്ചോളാൻ. പക്ഷേ അതൊന്നും അവസാനിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. നിങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി ആളെ പറഞ്ഞു വിടുമ്പോൾ ആരോടാണ് ഉപദേശമായിട്ട് വരുന്നതെന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എടാ നിന്നെ ഉപദേശിക്കാൻ മാത്രം മണ്ടനല്ലടാ ഞാൻ. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ, പക്ഷേ എന്ത് വേണം ഏത് വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ആൾ കളിക്കാൻ നിൽക്കരുത്. നിൻ്റെ ആൻ്റണി ചേട്ടനെയും തകർക്കാനൊക്കെ ആയിട്ട് എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നോളാം. ഇനി നമ്മളുമായിട്ട് യാതൊരു ഡീലിങ്ങും ഇല്ല. ഇനി ഈ പണത്തിൻ്റെ പലിശ വേണോ? പലിശ വേണമെങ്കിൽ അതും തരാം, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടൊരു 10,000 രൂപ എടുത്ത് കൊടുക്കുക. അടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പലിശയാണ്. ഇത് കണ്ട നമ്മുടെ സച്ചിയാണെങ്കിൽ, ഈ പൈസ പലിശ, ഇത് നിന്റെ പിച്ചകാശ, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല, അത് നീ തന്നെ വെച്ചോ. നീ മറ്റുള്ളവരെ പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസയാണല്ലോ, എനിക്ക് ആരുടെയും മോഷ്ടിച്ച പൈസത്തിൻ്റെ ആവശ്യമില്ല. ഇത് കേട്ട ആൻ്റണി ആണെങ്കിൽ, എടാ സച്ചി നീ മര്യാദയ്ക്ക് ഇരുന്നോളണം. ശരത്തിനെ പോലെയല്ല ഞാൻ, എൻ്റെ മുന്നിൽ നീ ഒരുപാട് ഷോ ഇറക്കാൻ വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി സച്ചി അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ്. അപ്പോഴത്തേക്കും സച്ചി ആണെങ്കിൽ ആൻ്റണിയുടെ കൈ പിടിച്ചിട്ട്, നീ ആരോടാ കളിക്കുന്നത്? എന്നോടോ? ഇവൻ്റെ കൈ പോലെ നിൻ്റെ കൈ ആവണം. ഈ സച്ചിയോട് കളിക്കാൻ മാത്രം വളർന്നിട്ടില്ല മോനെ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു തർക്കം ഉണ്ടായിട്ട് നേരെ ഇവർ രണ്ടുപേരോടൊന്ന് വിട്ടഴിച്ചങ്ങോട്ട് പോവുകയാണ്. ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരെല്ലാവരും ആരും കൂടി വന്നിട്ട് പറയാം, സച്ചി ഇതാകെ പ്രശ്നമാകുമല്ലോ. ഏതായാലും നീ രേവതിയോട് കാര്യങ്ങളെല്ലാം പറയണ്ടേ? വേണ്ടടാ, രേവതിയോട് പറയണ്ട, ഉള്ള മനസ്സ് ഒരുപാട് വേദനിക്കും. കാരണം ഈ ശരത്തിനെ രേവതിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ കാര്യങ്ങൾ പോയി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് അത് താങ്ങാൻ പോലും പറ്റില്ല.
അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അടുക്കളയിൽ മുട്ടം പണി. അപ്പോൾ ചന്ദ്ര വന്നിട്ട് രേവതി ഇതൊരു ഭക്ഷണം ആയില്ലേ, നീ എന്തെടുക്കുകയാണ്, നമുക്കെന്താ കണ്ണ് കണ്ടൂടെ? ഓഹോ, നീ ഈയിടെയായിട്ടെ കുറച്ച് ധിക്കാരം പറഞ്ഞ് കൂടി വരുന്നുണ്ട്. എനിക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടിയേ മതിയാവുള്ളൂ. ഓ, നമുക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടണമെങ്കിലേ ജയിലിൽ പോകണം. ജയിലിൽ പോകണമെന്നോ? എന്താണ് നീ പറഞ്ഞത്? അതെ, ജയിലിൽ പോകണം. ജയിലിലാകുമ്പോൾ അവരൊരു മണി അടിക്കും, അപ്പം കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടും. അതാണ് നമുക്ക് നല്ലത്. നീയേ കൂടുതൽ തർക്കുത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിലേ നിന്റെ പല്ലടിച്ചാൻ താഴെ ഇടും. ഞാൻ ഈ കാര്യം അങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കും. കാരണം എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, ലതിക എന്ന് പറഞ്ഞൊരു കൂട്ടുകാരത്തി. മാനസികമായിട്ട് അവളുടെ അമ്മായിയമ്മ അവളെ ഒരുപാട് പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മായിയമ്മ പറയുന്ന മുഴുവനും എൻ്റെ കൂട്ടുകാരത്തി ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇത് മുഴുവനും പോലീസുകാരെ കാണിച്ചു. പോലീസുകാരെ ഉടനടി അമ്മായിയമ്മയെ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. എന്താ അങ്ങനെ ഞാനും ചെയ്യണം? വിളിക്കേ, പറയ്, എൻ്റെ പല്ലടിച്ച് താഴെ ഇടുമെന്ന് പറയ്. ഞാൻ ഏതായാലും പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോളാം. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ആകെ പേടിച്ച് വിറച്ച് പോവുകയാണ്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എനിക്ക് വിശന്നത് കൊണ്ട് പറഞ്ഞതാ. സാരമില്ല, എനിക്ക് എപ്പോഴാണെങ്കിലും ഭക്ഷണം മതി, നീ സാവധാനം ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് രേവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതിലൊരു വിളിതേ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ ജലി. അപ്പോൾ ചന്ദ്ര പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ രേവതി ഒന്ന് വിളിക്കാവോ? ഞാൻ അവളെ വിളിക്കാനോ? നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രേവതി കുറച്ച് പൂവായിട്ട് വരികയാണ്. ഇന്ന് ചേച്ചി പൂവ് രേവതി പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, 600 രൂപയുടെ ചേച്ചി. അങ്ങനെ 600 രൂപ കയ്യിലേക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും കലിയുണ്ട്. രേവതി അവിടെ നിന്ന് ഈ പൂവിൻ്റെ ഇതൊക്കെ നിനക്ക് കടയിൽ വെച്ച് കൊടുത്തൂടെ? അത് പിന്നെ ഇന്നലെ ഓർഡർ തന്നാണ്. ഓർഡർ എന്ന് വിചാരിച്ച് നീ പൂക്കളെല്ലാം എന്തിനാണ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഭക്ഷണത്തിന് മുഴുവനും പൂവിൻ്റെ മണമാണ്. ഇത് കേട്ട് നമ്മുടെ രവി വരികയായിരുന്നു. അപ്പോൾ രവിയാണെങ്കിൽ ചന്ദ്രേ, നല്ല കാര്യമല്ലേ ചന്ദ്രേ, ഈ ഇഡ്ഡലി പൂ പോലെയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ പൂവിൻ്റെ മണവും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമില്ല. അയ്യോടാ, ഏറ്റുപിടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാ, ഏതായാലും ഇവിടെ ഭയങ്കര സമ്പാദിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ 600 രൂപ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ചന്ദ്രേ, അത് പിന്നെ പൂക്കടയ്ക്ക് നിന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഐശ്വര്യമാണ് ചന്ദ്രേ. പിന്നെ പൂക്കടയ്ക്ക് എൻ്റെ പേര് വിരിട്ടതേ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ്. ശ്രുതിക്ക് കണ്ടില്ലേ, ശ്രുതിയുടെ പാർലറിന് എൻ്റെ പേരാണ്. അത് എനിക്ക് നല്ല അഭിമാനം തന്നെയല്ലേ. അപ്പം ഇത് കേട്ട രവിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അത് ശരിയാണ് ചന്ദ്രേ, നല്ല കാര്യമാണ്, നിനക്ക് അഭിമാനിക്കാം. എന്താണ് നിങ്ങളൊരു ആക്കിയുള്ളൊരു വർത്തമാനം? ഇല്ല, ഒന്നുമില്ല, ആക്കിയുള്ളൊരു വർത്തമാനം തന്നെയാണ്. ഇവളെ എനിക്ക് മാസം മാസം കുറച്ച് പൈസ കയ്യിൽ വെച്ച് തരുന്നുണ്ട്. പക്ഷെ രേവതിയോ, ഇവൾ എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടോ? ഒരു 2000 രൂപ പോലും എനിക്ക് വെച്ച് തരുന്നുണ്ടോ? ഓക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കണത്, ചന്ദ്രൻ നീ പറഞ്ഞ കേട്ട് തോന്നുമല്ലോ റോഡ് നമ്മുടെ വകയാണെന്ന്, എന്നിട്ട് അതിൻ്റെ വാടകയാണ് ചോദിക്കുന്നത്. പിന്നെ എനിക്ക് വാടക എന്നാൽ എന്താ പ്രശ്നം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി വരികയാണ്. അപ്പം സച്ചി പറയുക, ഈ കടറ മുന്നിൽ കൂടിയേ ഒരു ഫ്ലൈറ്റ് പറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും വാടക ചോദിക്കുമോ? ഇത് നല്ല കൂത്താണല്ലോ, നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് പറയാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സച്ചി നീ ഇല്ല അച്ഛാ, ഞാൻ മിണ്ടുന്നില്ല. ഞാനേ അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അച്ഛാ, ഈ പൈസ പിടിച്ചേ, ഇത് അച്ഛൻ്റെ പൈസയാ. എൻ്റെ പൈസയോ? ഇതെങ്ങനെ എൻ്റെ പൈസയാവുന്നത്? അമ്മയുടെ കയ്യിൽ നിന്നേ പൈസ മോഷണം പോയില്ലായിരുന്നോ? ഇവള് കൊണ്ടേ കള്ളൻ്റെ വായിൽ വെച്ച് കൊടുത്തതല്ലേ? അയ്യോ, ഞാൻ കള്ളൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതല്ലോ, കള്ളൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയല്ലേ. ഇത് കേട്ട് നമ്മുടെ വർഷയാണെങ്കിൽ, ആൻറ്റി അതങ്ങളൊരു ഉപമയോടെ പറഞ്ഞതേ ഉള്ളൂ, ആൻറ്റിക്ക് അതും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ എന്ന് വർഷ പറഞ്ഞ് കളിയാക്കുക. എടാ സച്ചി, ഇതെങ്ങനെയാടാ പൈസ കിട്ടിയത്? അത് കള്ളം കൊണ്ടുപോയതല്ലേ, പിന്നെ എങ്ങനെയാടാ പൈസ കിട്ടിയത്? പൈസ എന്നിങ്ങനെ ഇട്ടിക്കഴിഞ്ഞപ്പോഴേക്കും
ശ്രുതിയാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛാ പൈസ സൂക്ഷിച്ചോ, പൈസ എന്ന് കേട്ടെന്ന് ഉടനെ തന്നെ ഒരുത്തം വന്നിട്ടുണ്ട്. തേങ്ങ കരണ്ട് തിന്നുന്ന എലിയെ പോലെ വന്ന് നോക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ശ്രുതി സച്ചി ശ്രുതിയെ അപമാനിക്കാനായിട്ട് നിൽക്കരുത്, അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപമാനിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപമാനിക്കാതെ തന്നെ പറ്റുള്ളൂ. സച്ചി നീ അതെല്ലാം വിട്. നിനക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടിയത്? അത് പിന്നെ അച്ഛാ, അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനില്ലേ, ആ കള്ളനെ പോലീസ് പിടിച്ച് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് ഈ പൈസ എൻ്റെ കയ്യിലേക്ക് തന്നു. ഇത് കേട്ട് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അങ്ങനെ പോലീസുകാരൻ പൈസ കൊടുക്കുമോ? ഇത് പറയുന്ന മുഴുവനും കള്ളത്തരമാണ്. അങ്ങനെ ഒരു കള്ളം പണം മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കോർട്ട് വരെ എത്തും. അതിനുശേഷം അവിടെ വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം പണം കയ്യിലേക്ക് കൊടുക്കുള്ളൂ. അപ്പം ഇതെല്ലാം അറിയാലേ? അറിയാം. ചില ഫ്രോഡുകൾ അങ്ങനെയാണല്ലോ. എല്ലാ നിയമവശങ്ങളൊക്കെ പഠിച്ചു വെക്കും. കാരണം കറക്റ്റ് സമയത്ത് എന്തെങ്കിലും എടുത്ത് പ്രയോഗിക്കണമല്ലോ, അതുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് പൈസ എങ്ങനെ കിട്ടിയെന്ന് പറ സച്ചി. അത് പിന്നെ അച്ഛാ, അല്ല ചന്ദ്ര എപ്പോഴെങ്കിലും ഇതിന് കേസ് കൊടുത്തായിരുന്നു? ഞാൻ കേസൊന്നും കൊടുത്തില്ല, അതിനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ. ഞാൻ പണം പോയതിൻ്റെ ആ ഒരു വിഷമത്തിൽ നടക്കുകയായിരുന്നല്ലോ. പക്ഷേ പിന്നെ എങ്ങനെയാണ് സച്ചി നിനക്ക് ഈ പണം കിട്ടിയത്? അത് അച്ഛാ, എൻ്റെ ഒരു എനിക്കറിയുന്ന ഒരാൾ പോലീസുകാരനായിരുന്നു. ആ പോലീസുകാരനോട് ഞാൻ ഈ പണം പോയ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കള്ളനെ പിടികൂടിയത്. ആ കള്ളനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോയ ആ പണവും അവൻ്റെ കയ്യിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് എന്നെ വിളിച്ച് ഈ പൈസ അവർ തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അതൊട്ടൊന്നും ദഹിച്ചില്ല. എന്തൊക്കെയോ ഒരു സംശയം ശ്രുതിക്ക് തോന്നുകയാണ്. അച്ഛാ, ഈ പൈസ അച്ഛൻ അർഹതപ്പെട്ടതാണ്. ഇത് ആരുടെ കയ്യിലും കൊടുക്കാനായിട്ട് പാടില്ല അച്ഛാ, അത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഒരിക്കലും ഇല്ല സച്ചി, ഇത് എൻ്റെ പണം തന്നെയാണ്. ഈ പണം എന്നെ വിട്ട് എങ്ങും പോവില്ല സച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ രവി അത് കയ്യിൽ വെക്കുക. അപ്പം മക്കളെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ രവിയേട്ടാ, ആ പൈസ എൻ്റെ കയ്യിൽ തന്നേര്, ഞാൻ സൂക്ഷിച്ചോളാം രവിയേട്ടാ. അയ്യോ ചന്ദ്രേ, വേണ്ട ചന്ദ്രേ, ഈ പൈസ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം, നീ സൂക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് എണീറ്റ് പോവുക. ഇതേ സമയം തന്നെ ശ്രുതിക്ക് എന്തൊക്കെയോ സംശയം. ശ്രുതി നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി, നിനക്ക് എന്തൊരു ഡൗട്ട്? അല്ല, സച്ചി പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണോ എന്ന്. അല്ല, പോലീസ് എന്തിനാണ് സച്ചിയുടെ കയ്യിലേക്ക് പണം ഏൽപ്പിക്കുന്നത്? അല്ല, അവന് പരിചയമുള്ളതാണെന്ന് പറഞ്ഞല്ലോ ശ്രുതി, പിന്നെന്താണ്? ഇതൊന്നും അങ്ങനെയല്ല. ഒന്നെങ്കിൽ അവന് പരിചയമുള്ള ഒരാളായിരിക്കണം കള്ളൻ, അല്ലെങ്കിൽ അവൻ ഏർപ്പാട് ചെയ്ത ഒരാളായിരിക്കണം കള്ളൻ, അവനും കൂടി ചേർന്നായിരിക്കും ഈ പണം മോഷ്ടിച്ചത് എന്ന് ശ്രുതി പറയുകയാണ്. അപ്പം ശ്രുതി പറയുന്ന കാര്യങ്ങൾ മുഴുവനും രേവതി പുറത്തുനിന്ന് കേൾക്കുകയും ചെയ്യാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ ഗെറ്റ്. ബൈ.